പോസ്റ്റുകൾ പിൻവലിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരം ചോദ്യം ചെയ്ത് എക്സ് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട്, അരാജകത്വത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. പി ബസന്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, ഏതു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഹർജി കോടതിയുടെ മുൻപിലേക്ക് എത്തുന്നത്? കോടതി നിരീക്ഷണം എങ്ങനെയാണ്? ഇത് എക്സ് കോർപ്പ് നേരത്തെ നൽകിയ ഒരു ഹർജിയാണ്. എക്സിൽ നിന്നും കേന്ദ്ര സർക്കാർ വിരുദ്ധ പരാമർശങ്ങൾ പിൻവലിക്കാനുള്ള INB മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിനെതിരെയാണ് IT ആക്ടിലെ നിയമങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് എക്സ് ഹൈക്കോടതിയിലെത്തിയത്. പക്ഷേ ഈ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടതാണ്, അരാജകത്വത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. മാത്രമല്ല, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത്തരം നിയന്ത്രണങ്ങളുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിയമലംഘനമായിരിക്കും ഫലമെന്നും കോടതി വ്യക്തമാക്കി. രാജ്യത്തെ നിയമ സംവിധാനത്തിൽ നിന്നും ഒരു സാമൂഹ്യ മാധ്യമത്തിനും മാറി നിൽക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അമേരിക്കയിൽ എക്സ് കോർപ്പ് നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ പോസ്റ്റുകൾ പിൻവലിക്കുമ്പോൾ ഇന്ത്യയിൽ അത് പറ്റില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ വ്യക്തമായ ഉത്തരവ്.